ആദ്യം തന്നെ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ്റെയും മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആൻസർ നാം എത്രത്തോളം എഴുതിയിട്ടുണ്ടായിരിക്കണം എന്ന് മനസ്സിലാക്കാം. ഒരു മാർക്കിൻ്റെ ചോദ്യത്തിനുള്ള ആൻസർ നാം എഴുതുന്ന സമയത്ത് ഒരു വേർഡ് അതല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ആയിരിക്കണം നമ്മുടെ ആൻസറിൽ ഉണ്ടായിരിക്കേണ്ടത്. ദെൻ 2 മാർക്കിനുള്ള ചോദ്യത്തിൻ്റെ ആൻസർ നാം എഴുതുന്ന സമയത്ത് 2 അതല്ലെങ്കിൽ 3 സെൻറ്റൻസുകളായിരിക്കണം നമ്മുടെ ആൻസറിൽ ഉണ്ടായിരിക്കേണ്ടത്. ദെൻ 4 മാർക്കിൻ്റെ ചോദ്യത്തിൻ്റെ നാം ആൻസർ എഴുതുന്ന സമയത്ത് അര പേജെങ്കിലും നമ്മുടെ ആൻസർ ഉണ്ടായിരിക്കണം. ദെൻ 6 മാർക്കിൻ്റെ ചോദ്യത്തിന് നാം ആൻസർ എഴുതുമ്പോൾ 1 പേജെങ്കിലും നമ്മുടെ ആൻസർ ഉണ്ടായിരിക്കണം. ദെൻ 8 മാർക്കിനുള്ള ചോദ്യത്തിൻ്റെ ആൻസർ നാം എഴുതുന്ന സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് 2 പേജെങ്കിലും നമ്മുടെ ആൻസർ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ +2 ഇംഗ്ലീഷ് എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ പരിചയപ്പെടാം. അതായത് ഏതൊക്കെ രൂപത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ +2 ഇംഗ്ലീഷ് എക്സാമുമായി ബന്ധപ്പെട്ട് ഇതേ രൂപത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കുക. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഓരോ ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഫസ്റ്റ് ചാപ്റ്റർ ദ 3 L's ഓഫ് എംപവർമെൻറ്റ്. നമുക്കറിയാം, ഇറ്റ്സ് എ സ്പീച്ച് ബൈ ക്രിസ്റ്റ്യൻ ലഗാർഡ് നടത്തുന്ന ഒരു സ്പീച്ചാണിത്. ദ തീം ഓഫ് ദ സ്പീച്ച് ഈസ് വിമൻ എംപവർമെൻറ്റ്. സ്ത്രീ ശാക്തീകരണമാണ് ഈ ഒരു സ്പീച്ചിൻ്റെ ആശയം. ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്. അതായത് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ഏതെങ്കിലും ചില സെൻറ്റൻസുകൾ ഒരു പാസേജ് തരികയും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും. ദെൻ സ്പീച്ച്, എസ്സേ, ആർട്ടിക്കിൾ. അതായത് വിമൻ എംപവർമെൻറ്റ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് സ്പീച്ച്, എസ്സേ, ആർട്ടിക്കിൾ തുടങ്ങിയവ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ചോദിച്ചേക്കാം. ദെൻ ഇൻ്റർവ്യൂ വിത്ത് ക്രിസ്റ്റ്യൻ ലഗാർഡുമായി നാം നടത്തുന്ന ഇൻ്റർവ്യൂ, അതിന് ക്രിസ്റ്റ്യൻ ലഗാർഡ് നൽകുന്ന മറുപടിയും നമ്മോട് ചോദിച്ചേക്കാം. ദെൻ റൈറ്റപ്പ് ദ 3 L's, അതായത് 3 L'കളെ കുറിച്ചുള്ള ഒരു റൈറ്റപ്പും നമ്മോട് എക്സാമിൽ ചോദിച്ചേക്കാം. ദെൻ എനി വുമൺ. നമുക്കറിയാം, എനി വുമൺ ഈസ് എ പോം റിട്ടൺ ബൈ കാത്രീൻ ടൈനാൻ എഴുതിയിട്ടുള്ള കവിതയാണ് എനി വുമൺ. ദ തീം ഓഫ് ദിസ് പോം ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് മദേഴ്സ്. അമ്മമാരുടെ പ്രാധാന്യമാണ് ഈ ഒരു കവിതയുടെ ആശയം. ദെൻ ഈ കവിതയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് പോയം ലൈൻസ് ക്വസ്റ്റ്യൻസ്. അതായത് ഏതെങ്കിലും 4 വരികൾ, ഈ ഒരു കവിതയിൽ നിന്നുള്ള വരികൾ തരികയും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ ഒരു കവിതയിലെ 1ാമത്തെ സ്റ്റാൻസയും അതുപോലെ തന്നെ അവസാനത്തെ സ്റ്റാൻസയുമാണ്. അപ്പോൾ ഈ ഒരു കവിതയിലെ 1ാമത്തെ സ്റ്റാൻസയും അതുപോലെ തന്നെ അവസാനത്തെ സ്റ്റാൻസയുമാണ് വളരെ പ്രധാനപ്പെട്ടത്. ദെൻ റൈറ്റപ്പ് മദേഴ്സ് ലവ്. അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് ഒരു റൈറ്റപ്പ് ചോദിച്ചേക്കാം. ദെൻ കമ്പാരിസൺ ഓഫ് 2 പോംസ്. ഈ ഒരു കവിതയുമായി ഏറെ സാമ്യമുള്ള ഒരു കവിത ക്വസ്റ്റ്യൻ പേപ്പറിൽ തരികയും ആ ഒരു കവിതയെ എനി വുമൺ എന്ന ഈ ഒരു കവിതയുമായി കമ്പയർ ചെയ്തുകൊണ്ട് എഴുതാനും നമ്മോട് ചോദിച്ചേക്കാം. ദെൻ നെക്സ്റ്റ് മാച്ച് ബോക്സ് ഈസ് എ സ്റ്റോറി റിട്ടൺ ബൈ അഷപൂർണ ദേബി. ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് എ മാരീഡ് കപ്പിൾ അജിത്ത് ആൻഡ് നോമിത. അജിത്തിൻ്റെയും നോമിതയുടെയും കഥയാണിത്. ദെൻ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമ്മുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഫസ്റ്റ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്. ദെൻ റൈറ്റപ്പിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് വൈ വിമൻ ആർ കമ്പയർഡ് ടു മാച്ച് ബോക്സ്. എന്തുകൊണ്ടാണ് സ്ത്രീകളെ തീപ്പെട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുന്നത്? ദെൻ ക്യാരക്ടർ സ്കെച്ച്. നോമിത, അജിത്ത്, നോമിതാസ് മദർ തുടങ്ങിയ കഥാപാത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചേക്കാം. ദെൻ കോൺവെർസേഷൻ. നോമിതയുടെ അമ്മയും തമ്മിലുള്ള കോൺവെർസേഷനും ചോദിച്ചേക്കാം. ദെൻ കമൻറ്റ് ഓൺ ദ സ്യൂട്ടബിലിറ്റി ഓഫ് ദ ടൈറ്റിൽ മാച്ച് ബോക്സ് എന്ന ഈ ഒരു ടൈറ്റിൽ ഈ ഒരു കഥയ്ക്ക് എത്രത്തോളം സ്യൂട്ടബിൾ ആണ് എന്ന ചോദ്യവും ചോദിച്ചേക്കാം. ദെൻ ഇനി നമുക്ക് ഹൊറഗെല്ലു എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഹൊറഗെല്ലു ഈസ് എൻ അനക്ഡോട്ട് റിട്ടൺ ബൈ സുധാമൂർത്തി എഴുതിയിട്ടുള്ള ഒരു അനക്ഡോട്ടാണ് ഹൊറഗെല്ലു. ദെൻ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്. ദെൻ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലിസണർ. നല്ല ഒരു ശ്രോതാവിൻ്റെ ഗുണങ്ങൾ. ദെൻ റൈറ്റപ്പ് ഗ്രാൻഡ് ഫാദർ ആൻഡ് രത്ന ആർ ഹ്യൂമൻ ഹൊറഗെല്ലൂസ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഒരു റൈറ്റപ്പ് ചോദിച്ചേക്കാം. ദെൻ ക്യാരക്ടർ സ്കെച്ച്. ഗ്രാൻഡ് ഫാദർ, രത്ന തുടങ്ങിയ കഥാപാത്രങ്ങളുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചേക്കാം. ദെൻ ഇൻ്റർവ്യൂ വിത്ത് സുധാമൂർത്തിയുമായി നാം നടത്തുന്ന ഇൻ്റർവ്യൂ. ദെൻ കമൻറ്റ് ഓൺ ദ സ്യൂട്ടബിലിറ്റി ഓഫ് ദ ടൈറ്റിൽ ഹൊറഗെല്ലു എന്ന ഈ ഒരു ടൈറ്റിൽ ഈ ഒരു കഥയ്ക്ക് ഈ ഒരു അനക്ഡോട്ടിന് എത്രത്തോളം സ്യൂട്ടബിൾ ആണ് എന്ന ചോദ്യവും ചോദിച്ചേക്കാം. ദെൻ സെക്കൻഡ് യൂണിറ്റ് മെൻഡിങ് വാൾ ഈസ് എ പോം റിട്ടൺ ബൈ റോബർട്ട് ഫ്രോസ്റ്റ്. ഈ കവിതയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് പോം ലൈൻസ് ക്വസ്റ്റ്യൻസ്. ദെൻ റൈറ്റപ്പിൻ്റെ ടോപ്പിക്കായി ചോദിച്ചേക്കാം ഗുഡ് ഫ്രണ്ട്സ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്.
Then comparison of two poems. Then Amigo Brothers. Amigo Brothers is a story written by Piri Thomas. It's a story of two friends, Antonio Cruz and Felix Vegas. Then ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ടു ക്യാരക്ടേഴ്സ്. ഈ രണ്ട് കഥാപാത്രങ്ങൾ, അതായത് അന്റോണിയോ ക്രൂസിനെയും ഫെലിക്സ് വെഗാസിൻ്റെയും കഥാപാത്രങ്ങളെക്കുറിച്ച് കമ്പയർ ചെയ്യാൻ നമ്മോട് ചോദിച്ചേക്കാം. ദെൻ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, അവർ തമ്മിലുള്ള ആ ഒരു മത്സരത്തിൻ്റെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. ദെൻ അനൗൺസ്മെൻറ്റ് ഓർ കോമ്പയറിംഗ്. ബിഫോർ സ്റ്റാർട്ടിംഗ് ദ ബോക്സിംഗ് മാച്ച്, അന്റോണിയോ ക്രൂസും ഫെലിക്സ് വെഗാസും തമ്മിലുള്ള ബോക്സിംഗ് മത്സരം തുടങ്ങുന്നതിന് മുമ്പായുള്ള അനൗൺസ്മെൻറ്റ്. ദെൻ ദ അവർ ഓഫ് ട്രൂത്ത്. The Hour of Truth is a one-act play written by Percival Wilde. The theme of this one-act play is honesty, truthfulness. സത്യസന്ധതയാണ് ഈ ഒരു നാടകത്തിൻ്റെ ആശയം. ദെൻ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ക്യാരക്ടർ സ്കെച്ച്, റോബർട്ട് ബോൾവിൻ, മാർത്ത, ജോൺ, എവി ആൻഡ് ഗ്രേഷം. ഈ ഒരു നാടകത്തിലെ കഥാപാത്രങ്ങളായിട്ടുള്ള ഇവരുടെ ആരുടെയെങ്കിലും ക്യാരക്ടർ സ്കെച്ച് നമ്മോട് ചോദിച്ചേക്കാം. ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് റോബർട്ട് ബോൾവിൻ്റെതാണ്. ദെൻ എസ്സേ ആൻഡ് സ്പീച്ച്, അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളാണ് കറപ്ഷൻ, അഴിമതി, ഓർ ഓണസ്റ്റി ഇൻ അവർ ലൈഫ്, നമ്മുടെ ജീവിതത്തിലെ സത്യസന്ധത. ഈ രണ്ട് ടോപ്പിക്കുകളെക്കുറിച്ചുള്ള എസ്സേ, സ്പീച്ച്. ദെൻ യൂണിറ്റ് 3, എ ത്രീ-വീൽ റെവല്യൂഷൻ. ഇറ്റ്സ് എൻ ഇൻ്റർവ്യൂ ഓഫ് ഇർഫാൻ ആലം. ഇർഫാൻ ആലവുമായി നടത്തുന്ന ഒരു അഭിമുഖമാണിത്. ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇൻട്രൊഡ്യൂസ് ഇർഫാൻ ആലം ടു ദ ഓഡിയൻസ്. ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് അതിഥിയായിട്ട് വരുന്ന ഇർഫാൻ ആലമിനെ ഓഡിയൻസിന് പരിചയപ്പെടുത്തുക. ദെൻ ഇൻ്റർവ്യൂ, ഇർഫാൻ ആലവുമായി നാം നടത്തുന്ന ഇൻ്റർവ്യൂ. ദെൻ ഇമെയിൽ ടു ഇർഫാൻ ആലം, ഇർഫാൻ ആലമിന് നാം എഴുതുന്ന ഇമെയിൽ. ദെൻ ജോബ് അപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂമേ, ജോബ് അപ്ലിക്കേഷൻ അതുപോലെ തന്നെ റെസ്യൂമേ. ദെൻ ലെറ്റർ ടു ഇർഫാൻ ആലം, ഇർഫാൻ ആലമിന് നാം എഴുതുന്ന ലെറ്റർ. നമുക്കറിയാം ഇതൊരു ഒഫീഷ്യൽ ലെറ്റർ ആയിരിക്കും. നെക്സ്റ്റ് ചാപ്റ്റർ ദീദി. ദീദി ഈസ് എ പേഴ്സണൽ സ്റ്റോറി റിട്ടൺ ബൈ ഷഹീൻ മിസ്ത്രി. ഷഹീൻ മിസ്ത്രിയുടെ ഒരു പേഴ്സണൽ കഥയാണ് ദീദി എന്നത്. ദെൻ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ജോബ് അപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂമേ. ദെൻ ഇമെയിൽ ടു ഷഹീൻ മിസ്ത്രി ആൻഡ് ഇൻ്റർവ്യൂ വിത്ത് ഷഹീൻ മിസ്ത്രി, ഷഹീൻ മിസ്ത്രിയുമായി നടത്തുന്ന ഇൻ്റർവ്യൂ. ദെൻ സ്റ്റാമർ. സ്റ്റാമർ ഈസ് എ പോയം റിട്ടൺ ബൈ കെ സച്ചിദാനന്ദൻ. ഈ ഒരു കവിതയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് പോയം ലൈൻസ് ക്വസ്റ്റ്യൻസ്. ഈ ഒരു കവിതയിൽ നിന്നുള്ള ഏതാനും ചില വരികൾ തരികയും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും. ദെൻ റൈറ്റപ്പ്, ഈ ഒരു കവിതയിൽ നിന്നുള്ള ഏതെങ്കിലും വരികൾ തരികയും അതിനെക്കുറിച്ചുള്ള ഒരു റൈറ്റപ്പ് തയ്യാറാക്കുക എന്നുള്ളതും. ദെൻ യൂണിറ്റ് 4, വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ്. വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ് ഈസ് എ നൊബേൽ പ്രൈസ് ആക്സെപ്റ്റൻസ് സ്പീച്ച് ബൈ വങ്കാരി മത്തായി. നൊബേൽ പ്രൈസ് സ്വീകരിക്കുന്ന സമയത്ത് വങ്കാരി മത്തായി നടത്തുന്ന ഒരു സ്പീച്ചാണിത്. ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് എസ്സേ, സ്പീച്ച്, ആർട്ടിക്കിൾ എന്നിവ. ടോപ്പിക്കായിട്ട് വരാൻ സാധ്യതയുള്ളതാണ് നേച്ചർ കൺസർവേഷൻ, പ്രകൃതി സംരക്ഷണം. അതായത് പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സ്പീച്ച്, ആർട്ടിക്കിൾ, എസ്സേ എന്നിവ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചേക്കാം. ദെൻ റൈസ്. റൈസ് ഈസ് എ പോയം റിട്ടൺ ബൈ ചെമ്മനം ചാക്കോ. ഈ ഒരു കവിതയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് പോയം ലൈൻസ് ക്വസ്റ്റ്യൻസ്. ദെൻ കമ്പാരിസൺ ഓഫ് ടു പോംസ്. ദെൻ റൈറ്റപ്പ്. റൈറ്റപ്പിൻ്റെ ടോപ്പിക്കായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് റീപ്ലേസ്മെൻറ്റ് ഓഫ് ഫുഡ് ക്രോപ്സ് ബൈ ക്യാഷ് ക്രോപ്സ്, ഭക്ഷ്യവിളകളെ നാണ്യവിളകൾ റീപ്ലേസ് ചെയ്തതിനെക്കുറിച്ച്. ദെൻ റൈറ്റപ്പുമായി ബന്ധപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് ദ പോയം ഈസ് എ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ എക്സ്പെക്റ്റേഷൻ ആൻഡ് റിയാലിറ്റി. ഈ ഒരു കവിതയിലെ എക്സ്പെക്റ്റേഷൻ അതുപോലെ തന്നെ റിയാലിറ്റിയെക്കുറിച്ചും, അതായത് കവിയുടെ മനസ്സിലെ അദ്ദേഹത്തിൻ്റെ നാടിനെക്കുറിച്ചുള്ള എക്സ്പെക്റ്റേഷനും അതുപോലെ തന്നെ യാഥാർത്ഥ്യത്തിൽ അദ്ദേഹം വന്ന സമയത്തുള്ള റിയാലിറ്റിയെക്കുറിച്ചും. ദ നെക്സ്റ്റ് ചാപ്റ്റർ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്. ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് എസ്സേ, സ്പീച്ച്, ആർട്ടിക്കിൾ എന്നിവ. ടോപ്പിക്കായിട്ട് വന്നേക്കാം കോൺസിക്വൻസ് ഓഫ് ഡ്രഗ് അഡിക്ഷൻ, ഡ്രഗ് അഡിക്ഷൻ്റെ പ്രശ്നങ്ങൾ. ദെൻ സേ നോട്ട് ടു ഡ്രഗ്സ് തുടങ്ങിയ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട് എസ്സേ, സ്പീച്ച്, ആർട്ടിക്കിൾ എന്നീ ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. ദെൻ സജഷൻസ് ഓർ അഡ്വൈസ്. മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന ഒരാളോട് നാം നടത്തുന്ന അഡ്വൈസ്, ഉപദേശം, ഓർ സജഷൻസ്, അദ്ദേഹത്തിന് നാം നൽകുന്ന നിർദ്ദേശങ്ങൾ. The next unit, Unit 5, Post Early for Christmas. Post Early for Christmas is a comic one-act play written by Archwood. ആർച്ച്വുഡ് എഴുതിയിട്ടുള്ള ഒരു തമാശ രൂപത്തിലുള്ള ഒരു one-act play ആണ് പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് അനൗൺസ്മെൻറ്റ് ബിഫോർ സ്റ്റാർട്ടിംഗ് ദ ഡ്രാമ. ഈ ഒരു നാടകം തുടങ്ങുന്നതിന് മുമ്പായിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ്.
അതായത് പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന നാടകം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് സ്റ്റേജിൽ നടക്കുന്ന അനൗൺസ്മെൻറ്റ്. ദെൻ ബ്രിങ് ഔട്ട് ദ ഹ്യൂമർ ഇൻ ദ പ്ലേ. ഈ ഒരു നാടകത്തിലെ തമാശകളെക്കുറിച്ച് എഴുതാൻ നമ്മോട് ചോദിച്ചേക്കാം. ദെൻ കമൻറ്റ് ഓൺ ദ സ്യൂട്ടബിലിറ്റി ഓഫ് ദ ടൈറ്റിൽ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ്. പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന ഈ ഒരു ടൈറ്റിൽ ഈ ഒരു നാടകത്തിന് എത്രത്തോളം സ്യൂട്ടബിൾ ആണ് എന്നുള്ളതും നമ്മോട് ചോദിച്ചേക്കാം. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ, ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ്. ഇറ്റ്സ് എ പോം റിട്ടൺ ബൈ ഒഗ്ഡൻ നാഷ്. ദെൻ ഈ ഒരു കവിതയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് പോയം ലൈൻസ് ക്വസ്റ്റ്യൻസ്. നമുക്കറിയാം എക്സാജറേഷൻ ആണ് ഈ ഒരു കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പോയറ്റിക് ഡിവൈസ്, അതായത് ഫിഗർ ഓഫ് സ്പീച്ച്. എക്സാജറേഷൻ എന്നാൽ പെരുപ്പിച്ചു പറയുക, അതായത് ചെറിയൊരു സംഭവത്തെ വലിയൊരു സംഭവമാക്കിയിട്ട് പറയുന്നതിനെയാണ് എക്സാജറേഷൻ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ചാപ്റ്റർ, ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്. ഇറ്റ്സ് എ സ്റ്റോറി റിട്ടൺ ബൈ ആർ കെ നാരായൺ. ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് എ നഴ്സറി ടീച്ചർ ആൻഡ് എ സ്റ്റുഡൻറ്റ്. ഒരു നഴ്സറി അധ്യാപകൻ്റെയും അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിയുടെയും കഥയാണിത്. ദെൻ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് കമൻറ്റ് ഓൺ ദ സ്യൂട്ടബിലിറ്റി ഓഫ് ദ ടൈറ്റിൽ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്. ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എന്ന ഈ ഒരു ടൈറ്റിൽ എത്രത്തോളം സ്യൂട്ടബിൾ ആണ്, എത്രത്തോളം യോജിച്ചതാണ് എന്നത് ചോദിച്ചേക്കാം. ദെൻ അനലൈസ് ദ ക്യാരക്ടർ ഓഫ് ദ ടീച്ചർ ഇൻ ദ സ്റ്റോറി. അതായത് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ ടീച്ചർ, ഈ ഒരു ടീച്ചറുടെ ക്യാരക്ടർ സ്കെച്ചും ചോദിച്ചേക്കാം. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇതേ രൂപത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മുടെ +2 ഇംഗ്ലീഷ് എക്സാമുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ ഏറെ സാധ്യതയുള്ളത്.